ഹണി റോസ് ഇനിയും ഉദ്ഘാടനത്തിന് അദ്ദേഹം വിളിക്കുമായിരിക്കും. അതിനെ അദ്ദേഹം പിന്നെ സോൾവിങ് ചെയ്യും, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല നടന്നിരിക്കുന്നത്. നമ്മുടെ സാറൊക്കെ സംസാരിച്ചപ്പോൾ, നന്ദകുമാർ സാറൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ, എനിക്ക് പറയാൻ ഞാൻ ഇതിന് പ്രാപ്തനാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്, എങ്കിലും ഞാൻ പറയുവാണ്, ഇതൊരു നല്ലൊരു കച്ചവടം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ, അത് ഇന്നാരെന്ന് എടുത്തു പറയുന്നില്ല, ഈ പറയുന്ന വ്യക്തി ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഒരു ലാഭക്കച്ചവടം ഇവർ പ്രതീക്ഷിച്ചിരുന്നു. നാളിതുവരെ അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് സർക്കാർ ഭരണത്തിലിരിക്കുന്ന ഈ പാർട്ടിക്ക് അദ്ദേഹം ഒന്ന് വകവയ്ക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി അത് ചെലവാക്കിയപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് നേട്ടം ഉണ്ടാവണമല്ലോ, എല്ലാം കച്ചവടമാണല്ലോ. ഇപ്പോ പിണറായി വിജയന് സ്തുതിഗാനം പാടിയപ്പോഴും അതിലും ഒരു വശം കാണുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങൾ എന്തിനാ ഈ പഴയ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുന്നു എന്നാണ് ഇന്നത്തെ നേതാക്കൾ ചോദിക്കുന്നത്. പണ്ട് കട്ടൻ ചായയും പരിപ്പോടെയും കഴിച്ചിട്ടുണ്ടാവും, ദിനേശ് ബീഡി വലിച്ചിട്ടുണ്ടാവും, ഇന്നിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പുതിയ CPM-കാരുണ്ട്. അവർക്ക്, ഈ പുതിയ CPM-കാർക്ക് കമ്മീഷനാണ് ആവശ്യം, കമ്മീഷൻ അല്ലെങ്കിൽ കാശാണ് ആവശ്യം. അത് ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ നിന്ന് നാളിതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ആകെ ഒരു കൂട്ടിച്ചേരൽ. അതിൽ ബോബി ചെമ്മണ്ണൂർ കൊടുക്കാതിരുന്നപ്പോൾ ഇതിനകത്തുള്ളവർ എന്നാൽ ഒന്ന് പൂട്ടിയേക്കാം എന്ന് കരുതി ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടിയതാണ്. അല്ലാതെ ഇതിൽ യാതൊരു സംഗതിയുമില്ല. അത് 4 മാസം മുമ്പ് നടന്ന ഒരു സംഗതി, കണ്ണൂര് വെച്ച് നടന്നൊരു സംഗതിക്ക് ഇപ്പോഴാണ് നടി പരാതി കൊടുത്തിരിക്കുന്നത്. ആ നടിയെ ശരിക്കും ഈ സർക്കാരും ഇവരെല്ലാവരും കൂടെ ഒരു ട്രാപ്പിൽ ഇടുകയായിരുന്നു. അതൊരു വൈകി മനസ്സിലാക്കി തുടങ്ങി. ചേട്ടൻ പറയുന്ന ഈ സർക്കാരുമായിട്ടുള്ള ബോബിയുടെ ഒരു വിഷയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു യൂത്ത്ഫുൾ വയനാട് എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും പുകഴ്ത്തിയ ഒരാൾ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. സാറ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിദേശ ഫണ്ടിങ്ങും വിദേശത്തേക്ക് കൃത്യമായ ഒരു എമൗണ്ട് ഇവർ പറഞ്ഞിരുന്നു ഡീലില്ലെന്നാണ് സാറ് പറഞ്ഞ് നമുക്കറിയാം. വിദേശ ഫണ്ടിങ് മാത്രമല്ല, ഇപ്പോഴത്തെ CPM എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമാഫിയ തുടങ്ങിയിട്ടുള്ള എല്ലാ മാഫിയ ബന്ധങ്ങളും എന്തിനാണ്? ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ, ഈ സമ്മേളനങ്ങൾക്കൊക്കെ വരുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, വരുന്നതിന് വാഹനം കൊണ്ടുവരണ്ടേ, ഈ സ്റ്റേജ് മോടി പിടിപ്പിക്കണ്ടേ? പാർട്ടിക്ക് അത്രയും കാശ് അണികളിൽ നിന്ന് പിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുപോലെ കാശ് പിരിയണമെങ്കിൽ മുതലാളിമാരെ പോക്കറ്റ് വേണം. അപ്പോൾ അതിന് എന്തോ ഒരു ലാഭം, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ഒരു പക്ക ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ലാതായിരിക്കും. അത് ആ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളിതാ ഒരു ഗോൾഡൻ ഷേക്കൻഡ് കൊടുക്കും. കാര്യം ഈ പറയുന്ന ഒരു പിടിച്ചിടലിന് ശേഷം തിരിച്ച് അദ്ദേഹം ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. ഇത് അത്തരത്തിലൊരു ഓപ്പറേഷൻ ആയിരുന്നു. ആ ഓപ്പറേഷൻ ആണ് എന്നുള്ളത് ഇവിടുത്തെ ഈ രാഷ്ട്രീയം അറിയുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം. അപ്പോൾ ആ ഓപ്പറേഷനിൽ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങി, അദ്ദേഹം ഇനി ഈ പറഞ്ഞവരെല്ലാം ഉൾട്ടയടിക്കും. ഹണി റോസിനെ തന്നെ അദ്ദേഹം ചിലപ്പോൾ ഉദ്ഘാടനത്തിന് കൊണ്ടുവരും. അവർ വരികയും ഉദ്ഘാടനം ചെയ്യുകയും പോവുകയും ചെയ്യും. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും മാറ്റം ഉണ്ടാവും. കാര്യം കോടതി ഇടപെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അത്. ആ ഒരു വശത്തൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ അജിത് കുമാർ എന്നും പറഞ്ഞൊന്നും ഒരു വിലപ്പോവില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, നീയൊക്കെ ഇവിടെ ഒന്ന് പടക്കൊന്നും പൊട്ടിക്കല്ലേ, ഞാൻ ഇത്തിരി ഇറങ്ങട്ടെ, നീയൊക്കെ ഭയങ്കര സ്നേഹം തന്നെ. പണ്ട് ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞൊരു കഥ, ധൃതരാഷ്ട്ര സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കട്ടെ, ഈ പഞ്ചപാണ്ഡവരെ ഓരോരുത്തരെ വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കട്ടെ എന്ന്, അദ്ദേഹത്തിന്റെ സ്നേഹം അങ്ങ് മുട്ടി നിൽക്കുക, കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഞെക്കി അങ്ങ് കൊല്ലും, അതിനു വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ആരും കെട്ടിപ്പിടിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് വരി നിൽക്കേണ്ട, നിങ്ങൾ ഓരോ വെങ്കല പ്രതിമകൾ വെച്ചു കൊടുത്താൽ ആ പ്രതിമ അദ്ദേഹം കിട്ടി. അപ്പോൾ ഉദാഹരണത്തിന് ആദ്യം യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം കണ്ണു കാണാത്ത ആളാണ്. അദ്ദേഹം കെട്ടിപ്പിടിക്കുമ്പോൾ ഇത് ഇരുമ്പാണെന്ന് അങ്ങനെ അറിയുന്നു. അവര് കൃഷ്ണൻ പറഞ്ഞു തന്നെ കറക്റ്റ് സംഭവിച്ചു. അതുപോലെ ഈ പറയുന്ന ആരാധകരാണ് അദ്ദേഹത്തിനെ കൊണ്ട് പടുകുഴിയിൽ ചാടിച്ചത്. അദ്ദേഹം അവസാനം പോലീസുകാരൊന്ന് വിരട്ടിയപ്പോഴാണ് ഈ അജിത് കുമാറൊക്കെ പടക്കം പൊട്ടിക്കാതെ പോയത്. എന്തെങ്കിലും എവിടെയെങ്കിലും ഇതേപോലെ പടക്കമൊക്കെ പൊട്ടിക്കോ, ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിക്കോ. അപ്പോൾ ആരാധക വൃന്ദത്തിനെ ഒന്ന് പോയി തരാവോ എന്ന് അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ആരാധക വൃന്ദത്തിന്റെ ഇത്തരം സ്തുതി പാഠകത്തിൽ അദ്ദേഹം വീഴാതിരുന്നാൽ ബോബി ചെമ്മണ്ണൂർ എന്നും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരിക്കും. ഇപ്പോൾ ഈ സർക്കാർ കാണിച്ച ഈ ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. കൊടുക്കാനുള്ള ദമ്പടിയൊക്കെ അദ്ദേഹം ഇനി കൊടുക്കുമായിരിക്കും. കൊടുത്തില്ലെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലും ഡ്രാമകളൊക്കെ ഉണ്ടാക്കുമെന്ന് തന്നെ കരുതാം.